Hi, Khobar, KMCC വനിതാ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലീഡർമാരിൽ ഒരാളായിട്ടുള്ള ഷഫന എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ഷാഫി മുഹമ്മദ്. ഷാഫി ഇൻസ്പേസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നു. കോർപ്പറേറ്റ് ട്രെയിനിങ്, അതേപോലെ തന്നെ ബിസിനസ് കൺസൾട്ടിങ് എന്നീ മേഖലയിൽ സേവനം നൽകുന്ന സ്ഥാപനമാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ COVID-19 ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെല്ലാവരും പരിഭ്രാന്തരായി പ്രയാസത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്ക് 3 തരത്തിലുള്ള വ്യക്തികളെ കാണാൻ പറ്റും. ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് നെഗറ്റീവ് തിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. നെഗറ്റീവ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു, ഇനി പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച് അന്താളിച്ച് പേടിച്ച് വിഷമിച്ച് കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാർ. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർ, അതായത് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊക്കെ എല്ലാം റെഡിയായി വന്നോളും എന്ന് ചിന്തിക്കുന്ന, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ. എന്നാൽ മൂന്നാമത്തെ വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിലിറ്റി തിങ്കേഴ്സ്, അതായത് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ, ഭാവിയിലേക്ക് പദ്ധതികൾ തയ്യാറാക്കുന്ന, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ. സോ ഈ ഒരു KMCCയുടെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് പ്രവർത്തകർ നാടിന് ഈ ഒരു സമയത്ത് പോസിബിലിറ്റി തിങ്കേഴ്സ് എന്നുള്ള രീതിയിൽ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും, സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, അതേപോലെ തന്നെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏതെല്ലാം അറിവുകൾ ഞാൻ ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ അത്തരത്തിലുള്ള രീതിയിൽ നമുക്കിനി മുന്നോട്ട് പോകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളുടെ കടമ എന്താണോ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണോ, നിങ്ങളുടെ ഗോളുകൾ എന്താണോ, അതിലേക്ക് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭയം നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്നുണ്ട്. അത് വരും തലമുറയ്ക്ക് ഒരു മാതൃകയാവുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു മാതാവായിട്ട്, ഒരു കുടുംബനാഥയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഭയം മാറ്റിവെക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അതിനെക്കുറിച്ച് വിഷമിക്കരുത്. ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുക. നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ കഴിവ് എന്താണോ അത് ഏത് രീതിയിലാണെങ്കിലും ശരി, ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും ചെയ്യാൻ കഴിയും. ചിലർക്ക് കോർഡിനേഷൻ സ്കില്ലായിരിക്കും, ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവായിരിക്കും, ആൾക്കാരോട് നല്ല രീതിയിൽ പ്രസംഗിക്കാനുള്ള കഴിവായിരിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അവനവൻ്റേതായിട്ടുള്ള രീതിയിൽ സംഗീതത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കാം. വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ കഴിവെന്താണോ ആ കഴിവിനെ എക്സ്പ്ലോർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ലോകത്തിന് നിങ്ങളുടെ കഴിവ് ആവശ്യമുണ്ട്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നന്മയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പോയിട്ട് അങ്ങ് ചെയ്യുക. അതിനെക്കുറിച്ച് മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളത് ചിന്തിച്ച് ഭയപ്പെടരുത്. പരാജയങ്ങളില്ല, എല്ലാം ലേണിങ്സേ ഉള്ളൂ. മുന്നോട്ട് പോവുക, പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. ദിസ് ഈസ് മീ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ.